തിരുവനന്തപുരത്ത് വീണ്ടും മരണപ്പൊഴിയായി മുതലപ്പൊഴി തുറമുഖ അഴിമുഖത്ത് മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് തൊഴിലാളി മരിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടറാണ് മരിച്ചത്. അഴിമുഖത്തുണ്ടായ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം തലകീഴായി മറിയുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മത്സ്യത്തൊഴിലാളികൾ രംഗത്തെത്തി. മുതലപ്പൊഴിയിൽ വള്ളം മറിഞ്ഞുള്ള അപകടങ്ങളും മരണങ്ങളും തുടർക്കഥയാവുകയാണ്. ഇന്ന് പുലർച്ചെ 1:30യോടെയായിരുന്നു മുതലപ്പൊഴിയിൽ വീണ്ടും അപകടമുണ്ടായത്. ചിന്താതിര എന്ന വള്ളം മറിഞ്ഞ് അഞ്ചുതെങ്ങ് സ്വദേശി വിക്ടർ മരണപ്പെട്ടു. വിക്ടറിനൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന 3 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു. പുലർച്ചെയുണ്ടായ അപകടത്തിന് പിന്നാലെ മുതലപ്പൊഴിയിൽ വീണ്ടും വള്ളം മറിഞ്ഞിരുന്നു. ഇതുവരെ 80ഓളം പേർ മുതലപ്പൊഴിയിലുണ്ടായ അപകടങ്ങളിൽ മരണപ്പെട്ടുവെന്നാണ് അനൌദ്യോഗിക കണക്ക്. സർക്കാരിന്റെ അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏത് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു റെസ്ക്യൂ സിസ്റ്റം ഇതിനകത്ത് കാണുമെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം മറൈൻ ആംബുലൻസ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള സംവിധാനം, ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒരു സംവിധാനം. അതിലിപ്പോൾ ഈ ഇതിന് മുമ്പ് മരിച്ച അബ്രഹാം എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളിയെ ഞാനും എൻ്റെ 1-2 സഹപ്രവർത്തകർ കൂടെ ചേർന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഞങ്ങളുടെ നിഗമനം അന്നിവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ സംവിധാനം ഉണ്ടായിരുന്നു എങ്കിൽ ആ മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടും എന്നായിരുന്നു ഞങ്ങളുടെ നിഗമനം. ഇപ്പോൾ ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. അടുത്തിടെ മുതലപ്പൊഴിയിലുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കോസ്റ്റ് ഗാർഡ് ബോട്ടും 24 മണിക്കൂർ ആംബുലൻസ് സേവനവും ഉറപ്പുവരുത്തുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. മാത്രമല്ല 164 കോടിയുടെ പദ്ധതി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന നടപ്പിലാക്കുമെന്നും വാഗ്ദാനം നൽകിയിരുന്നു. 1-2 പ്രാവശ്യം ഇങ്ങനെ അപകടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ മരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അതിന് ചെറുത്തതിന് പിന്നെ ഒന്നും തയ്യാറില്ല. സമയത്ത് ഒരു ആംബുലൻസ് പോലും വരുന്നില്ല. മരണങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഉറപ്പ് നൽകുകയും പിന്നീട് ആ ഉറപ്പുകളിൽ ഒന്നുപോലും നടപ്പിലാക്കാത്ത സംസ്ഥാന സർക്കാരിനെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. അതിനിടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മുതലപ്പൊഴിയിൽ സന്ദർശനം നടത്തിയിരുന്നു. ജനം, തിരുവനന്തപുരം.